ഇന്ന് നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നല്ല കുറുകിയ ചാറോട് കൂടിയ മുട്ടക്കറീൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ രുചി കൂടാൻ വേണ്ടിയിട്ട് ഈ ഒരു മുട്ടക്കറിയിൽ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമ്മൾ 2 വലിയ സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തത്, പിന്നെ ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഒരു 3-4 പച്ചമുളക്. പച്ചമുളകൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പച്ചമുളക് കൂടിയാൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരച്ചതാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ തേങ്ങ ഞാൻ ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ജീരകം, അതുപോലെ കുറച്ച് കുരുമുളക്, പട്ട, ഗ്രാമ്പു, ഏലക്ക, വഴനയില ഇതൊക്കെ വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1/4 കപ്പ് തേങ്ങ നല്ല ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് വെച്ചതാണ്. അപ്പോൾ തേങ്ങ ഒന്ന് നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അത് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു കുക്കറിലാട്ടോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മുട്ടക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സവാളയൊക്കെ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടും. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാൻ. ഇനി ഒന്ന് ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കാം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ സവാള നല്ലോണം ഒന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ചേർക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും ചേർത്താൽ മതി. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയൊക്കെ ചേർക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ കടിക്കുമ്പോൾ അത് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഒന്ന് ചതച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതും എല്ലാം കൂടിയും ചേർത്തിട്ട് പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടിയും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയും വേഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പഴുത്തായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. കാശ്മീരി മുളക് പൊടി നല്ലൊരു കളർ കിട്ടും കേട്ടോ ചേർത്താൽ. അതുപോലെ 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്രേ ചേർക്കുന്നുള്ളൂ, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി, കാരണം തേങ്ങ വറുക്കുന്ന സമയത്തും നമ്മൾ ഇതിലേക്ക് ചേർത്തതാണ്. ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നല്ലോണം നമ്മൾ മാറ്റിയെടുക്കണം. പൊടീൻ്റെ ആ ഒരു പച്ചക്കുത്ത് നമ്മൾ കഴിക്കുമ്പോൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്നാൽ മാത്രമേ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചച്ചുവ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു പച്ചമണമൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുക്കറിൽ വിസിൽ വെച്ചിട്ട് വേവിക്കേണ്ടതാണ്. എത്ര നമ്മൾ വാട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഉള്ളി നമ്മൾ പച്ച പോലെ കിടക്കും കേട്ടോ. അതുകൊണ്ട് ടൈം കുറേ നമ്മൾ മെനക്കെടുന്നതിനാണ് നമ്മൾ ഈ ഒരു കുക്കറിലിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 2-3 വിസിൽ വരുന്നവർ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി വിസിൽ പോയതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു തേങ്ങേൻ്റെ മിക്സ് ചേർക്കാം. അതുപോലെ മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടെങ്കിലും ലൂസാവണ്ട കേട്ടോ. മുട്ടക്കറി എന്നെല്ലാം പറയുമ്പോൾ കുറച്ച് കൊഴുപ്പോട് കൂടി ആകുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഈ ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് മുട്ടക്കറിയൊക്കെ നമ്മൾ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ പൊടികളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചവ തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ ഏകദേശം ഒരു 5-6 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 എടുത്തത്. അപ്പോൾ മുട്ടേൻ്റെ സൈഡിലൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മുട്ട അതിൽ ആ ഒരു മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഇതും കൂടിയും ചേർത്തിട്ട് അതിൽ ആ ഒരു മസാലയൊക്കെ മുട്ടയിൽ നല്ലോണം പിടിച്ച് കിട്ടുന്നവരെ നമുക്ക് കുറച്ചും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ലാസ്റ്റ് ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാലും ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേങ്കിൽ അണ്ടിപ്പരിപ്പ് ഇതുപോലെ അരച്ചിട്ട് നല്ല കൊഴുപ്പോട് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അല്ലെങ്കിൽ ഇനി ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇത് ചേർക്കുമ്പോഴാണ്. ഇനിയിപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ തന്നെ പുതിനയും ചേർത്ത് കൊടുക്കാം. പുതിന ഒരുപാട് കൂടി പോകണ്ട, മല്ലിച്ചപ്പാന്ന് കുറച്ചധികം നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നമ്മളങ്ങനെ ഒരുപാട് തിളപ്പിക്കുന്നില്ല കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത പോലെ തന്നെയാണ് നമ്മൾ തിളപ്പിക്കുന്നില്ല. ലാസ്റ്റ് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളെ മുട്ടക്കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്കങ്ങ് സെർവ് ചെയ്യാം.
അപ്പോൾ കണ്ടോ ഞാൻ ഈ മുട്ടയിൽ ഇങ്ങനെ വരഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ നല്ലോണം മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വരഞ്ഞിട്ട് ഒരു ഫ്രൈ പാനിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് മുട്ട ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചേർത്താലും നല്ല രുചി തന്നെയാണ്. അപ്പോൾ ഇതിൽ തേങ്ങ വറുത്തരച്ചിട്ടും അതുപോലെ കശുവണ്ടി അരച്ചിട്ടും ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ടോ. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്